ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പുതിയ ഭർത്താവും പഴയ ഭർത്താവും തമ്മിലൂടെ സംസാരിക്കുന്നു. അവളവിടെ അടുക്കളയിൽ ചായ ഇടുന്നു. അടിപൊളി. ഇന്നിവിടെ രണ്ടിലൊന്ന് നടക്കും. ചായയും കൊണ്ട് അവള് ഇങ്ങോട്ടൊന്ന് വന്നോട്ടെ. നിന്റെ അസൂയക്ക് ഈ ഭൂഗോളത്തിൽ മരുന്നില്ല. പോയിട്ടോ. മോളെ, എന്റെ പൊന്നു മോളെ സൂക്ഷിക്കണം. സച്ചി സാറ് മോളെ കാണാൻ ഇനി ഇങ്ങോട്ട് വന്ന നമ്മളെ രണ്ടുപേരെ കാര്യവും അമ്മ ശരിയാക്കും. അതൊക്കെ ആര് കാണാത്ത സച്ചിയങ്കിള് വന്നോളും. പിന്നെ സച്ചിയങ്കിള് വരുന്ന കാര്യം അമ്മ അറിയാതെ ആന്റി നോക്കിക്കൊള്ളണം. ഇല്ലെങ്കിലേ ആന്റിയുടെ ജോലി പോവും. അയ്യോ ദൈവമേ, ഇത് പുലിവാലായല്ലോ. ആന്റിക്ക് ബി പി കൂടി. വാ വാ. സജി, അങ്ങോട്ട് ഇരിക്കേ. അഡ്വക്കേറ്റ് ഹേമേന്ദ്രനാണ് APP. കാര്യങ്ങളൊക്കെ അറിയാം. എന്തായാലും സാർ ഹാജരാവാതിരുന്ന നന്നായി. എനിക്കത്രയും ടെൻഷൻ കുറഞ്ഞു കിട്ടിയല്ലോ. സച്ചിയുടെ അമ്മയ്ക്ക് ജാമ്യം കിട്ടണമെന്നുള്ളത് എന്റെ കൂടെ ആഗ്രഹമല്ലേ? സാറല്ലാതെ വേറൊരാളും ഇങ്ങനൊരു സഹായം ചെയ്യില്ല. നിയമവും നീതിയും രണ്ടാണ് സച്ചി. നിയമം നടപ്പിലാക്കുന്നത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. പക്ഷെ നീതി നടപ്പിലാക്കുന്നത് അവനവന്റെ മനസാക്ഷിക്ക് നിരക്കുന്ന രീതിയിലാവണം. അതാ എന്റെ പോളിസി. അല്ല, വക്കച്ചന്റെ ഓട്ടോപ്സി റിപ്പോർട്ട് കിട്ടിയോ? ഇല്ല സർ, ഇന്ന് തരാന്നാ പറഞ്ഞിട്ടുള്ളത്. അത് കിട്ടിയാലേ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റൂ. FIR-ല് സച്ചിയുടെ അമ്മ വിഷം കലർത്തുന്ന തന്നെ ആയിരിക്കുമല്ലോ അല്ലേ? സത്യം സാറിന് അറിയാല്ല. മരണത്തിന്റെ വക്കിൽ നിന്നാ ഞാൻ രക്ഷപ്പെട്ടത്. അറിഞ്ഞുകൊണ്ടാണെങ്കിൽ അമ്മ അങ്ങനെ ചെയ്യോ സർ? അല്ലെങ്കിൽ തന്നെ അമ്മ എന്തിനു വേണ്ടി അങ്ങനെ ചെയ്യണം? സത്യം അതാണെങ്കിലും നമ്മുടെ പോലീസല്ലേ. പ്രത്യേകിച്ച് അറസ്റ്റ് ചെയ്തത് CI രാജീവ്. അയാളുടെ സ്വഭാവം അറിയാമല്ലോ. പോലീസ് റിപ്പോർട്ട് സച്ചിയുടെ അമ്മ വിഷം കലർത്തിയെന്ന് തന്നെയാ. അത് സത്യത്തിന് നിരക്കുന്നതല്ലെന്ന് വായിച്ചു നോക്കിയാൽ തന്നെ അറിയാം. ഞാൻ ചില ആർഗ്യുമെന്റ് നോട്ട്സുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. സാറിന് നോക്കിയാല് ഇത് മതി സർ. ഞാൻ ചില കേസുകളുടെ ഡീറ്റെയിൽസ് കുറിച്ച് വെച്ചിട്ടുണ്ട്. അത് ചിലപ്പോൾ ആർജിക്ക് ഉപകാരപ്പെടും. ഓക്കെ സർ. ഞാനിപ്പോ വരാമേ. ഞാൻ ഇന്നലെ ഗോകുലിനെ കാണാൻ വന്നിരുന്നു. പക്ഷെ കാണാൻ പറ്റിയില്ല. അറിഞ്ഞു. എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അതുകൊണ്ടാ വീണ്ടും വന്ന്. ഞാനൊരു മീറ്റിംഗില്ല. സാരമില്ല, ഞാൻ വെയിറ്റ് ചെയ്തോളാം. അകത്തേക്ക് കയറല്ലോ അല്ലേ? ഇവരായിരുന്നു അതിഥികൾ. സച്ചി, വക്കീലെ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഞങ്ങൾക്കൊരു കേസിന്റെ കുറച്ച് കാര്യം ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് സംസാരിക്കാം. എനിക്കറിയാം, ജാമ്യത്തിന്റെ കാര്യമില്ലേ?
നടക്കട്ടെ. അമ്മേ സമുദ്രം കുറച്ച് ചായ എടുക്കാൻ പറയാം. എന്നാ പിന്നെ ഞാൻ അപ്പുറത്തേക്കാം. ഇവന്റെ സ്വന്തം ഭാര്യ ഇവിടെ തന്നെ ഉണ്ടെന്നറിയാതെ ഈ മണ്ട ഇവിടെ വന്നിരിക്കുന്നത്. ആ രഹസ്യം ഇപ്പൊ തന്നെ അങ്ങ് പൊട്ടിച്ചാലോ? രാജീവേട്ടന് എപ്പോ എത്തി? ദേ ഇപ്പൊ എത്തിയുള്ളൂ. കുടിക്കാൻ ചായ എടുക്കട്ടെ? ചായയൊക്കെ അടുക്കളയിൽ ഇടുന്നുണ്ട്. പക്ഷേ അത് സമ്പ്രതയുടെ കയ്യിൽ തന്നെ കൊടുത്തു വിടണം. അതെന്തിനാ? ഞാൻ പറയണത് കേക്ക്. ഒരു കാര്യമുണ്ട്. ശരി, ഞാനിപ്പോ വരാം. ആ പുതിയ ഭർത്താവും പഴയ ഭർത്താവും തമ്മിലൂടെ സംസാരിക്കുന്നു. അവളവിടെ അടുക്കളയിൽ ചായ ഇടുന്നു. അടിപൊളി. ഇന്നിവിടെ രണ്ടിലൊന്ന് നടക്കും. ചായയും കൊണ്ട് അവള് ഇങ്ങോട്ടൊന്ന് വന്നോട്ടെ. അല്ലമ്മേ, ആരാ ഇവിടെ വന്നേ? കമലയുടെ മോൻ സച്ചിയും വക്കീല് പെണ്ണും. അയാൾക്ക് ഇത്ര പെട്ടെന്ന് സുഖായോ? മരിച്ചു എന്നൊക്കെ കേട്ടതല്ലേ? ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാ.